വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ മഹാമാരിക്കിടയിലും നമ്മൾ വളരുന്നുണ്ട്, ഇല്ലേ? പക്ഷെ വിളയുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ ആൻമേരി ദിബു, 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്ന് വായനാ ദിനം. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? വായനയ്ക്കായി പ്രത്യേക ദിനമോ? ഇതൊന്ന് കണ്ടു നോക്കൂ. ശ്രീ P.N. പണിക്കർ. ഇന്ന് ജൂൺ 19, വായനാ ദിനം. വായനയെന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ P.N. പണിക്കർ എന്ന അക്ഷരസ്നേഹിയുടെ നാമമാണ് ആദ്യം ഓടിയെത്തുക. ഇദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 മുതലാണ് കേരള സർക്കാർ ഇദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിലെ ഒരു കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്നും അക്ഷരങ്ങളെ ആരാധിച്ച് വായിച്ച് വളരാം, ചിന്തിച്ച് വിവേകം നേടാം എന്ന് ഉദ്ബോധിപ്പിച്ച് മലയാളിയുടെ ഹൃദയത്തിലേക്ക് സാക്ഷര ചൈതന്യമായി കുടിയേറിയ ഒരു പുണ്യാത്മ ജന്മമാണ് പുതുവായിൽ നാരായണപ്പണിക്കർ എന്ന ശ്രീ P.N. പണിക്കർ. വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ വായനശാല രൂപീകരിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഈ പ്രസ്ഥാനം വളർന്നാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപപ്പെട്ടത്. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുതെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം അതിനായി കഠിനപ്രയത്നം ചെയ്തു. 1970 നവംബർ ഡിസംബർ മാസങ്ങളിൽ ശ്രീ P.N. പണിക്കരുടെ നേതൃത്വത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനടയായി സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ മറക്കാനാകാത്ത ഒരേടാണ്. അദ്ദേഹം പകർന്നു തന്ന തെളിനാളത്തിലൂടെ വായനയുടെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് നമുക്കും പറന്നുയരാം. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഇനി ഇന്നത്തെ പരിപാടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും നിരൂപകയും ആലുവ UC കോളേജിലെ മലയാളം വിഭാഗം റിട്ടയർഡ് അധ്യാപികയുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് ആണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവും MPhilഉം P. വത്സലയുടെ സാറ ജോസഫിന്റെ ചെറുകഥകളെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിന് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhDയും ലഭിച്ചിരുന്നു. ഉപ്പുതരിശ്, രഹസ്യേന്ദ്രിയങ്ങൾ, ഇസ്പീഡ് റാണി എന്നീ കവിതാ സമാഹാരങ്ങൾ, ഉടലധികാരം, മെർക്കുറി ജീവിതത്തിന്റെ രസമാപിനി, പഴയ കൃതി പുതിയ വായന, സ്ത്രീപക്ഷ മാധ്യമ പഠനങ്ങൾ എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിലും ടീച്ചർ സജീവമായി എഴുതാറുണ്ട്. പാഠഭേദം, അഴിമുഖം.com, കന്യക എന്നീ മാസികകളിൽ പംക്തികൾ കൈകാര്യം ചെയ്തു. നകുൽ VG എഴുതിയ ജലം പോലെ തെളിഞ്ഞ എന്ന പുസ്തകം മ്യൂസ് മേരി ടീച്ചറുടെ എഴുത്തിനെയും ജീവിതത്തെയും അടയാളപ്പെടുത്തുന്നു. MG യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, വിവിധ സാഹിത്യ മാസികകളുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ എന്നീ നിലകളിലുള്ള മ്യൂസ് മേരി ടീച്ചറുടെ സേവനം നിസ്തുലമാണ്.
സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകിയ മഹിളാ തിലകം പുരസ്കാരം, അസീസി ലിറ്റററി അവാർഡ്, സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം, ദളിത് സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ കേരളത്തിലുടനീളം നടക്കുന്ന സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയിൽ സജീവ സാന്നിധ്യമായ നമ്മുടെ വിശിഷ്ട അതിഥിയുടെ വാക്കുകൾക്ക് കാതോർക്കാം. നമസ്കാരം. ചാലക്കുടി കാർമൽ അക്കാദമിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ വായനാദിന ആശംസകൾ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയങ്കരായ കുട്ടികളെ, രക്ഷകർത്താക്കളെ, ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കാലം മുതലേ കേൾക്കുന്നുണ്ടായിരിക്കും, വായിക്കാൻ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും പേരിനകത്ത് അർത്ഥമായോ അല്ലെങ്കിൽ അതിനോട് ചേർന്നോ അറിവും പുസ്തകവും ഒക്കെയുണ്ട്. ദി ബുക്ക്, ബൈബിൾ എന്ന് പറയുമ്പോൾ പുസ്തകം ആണ്. ഖുറാൻ വിശുദ്ധ പുസ്തകമാണ്. വേദം അറിവാണ്. വിദ് എന്ന ധാതുവിൽ നിന്ന് വരുന്ന അറിവെന്നർത്ഥമുള്ള അറിവാണ്. അപ്പോൾ വേദമാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും പുസ്തകമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ അറിവായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ എത്രമാത്രം അറിവായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. പലപ്പോഴും നമ്മൾ അതിനെ ഒരു പൂജ്യ ഗ്രന്ഥമായിട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ജീവിതത്തെ വായിക്കാൻ, മനസ്സിലാക്കാൻ, നമ്മളുടെ ആത്മാവിനെയും ശരീരത്തെയും ഭൗതിക ജീവിതത്തെ ക്രമീകരിക്കലിനെ കുറിച്ചൊക്കെ അറിയാൻ ഈ ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ അർത്ഥ ഗരിമയിൽ ഇവയൊക്കെ വായിക്കാൻ ശ്രമിക്കുക. നീ വായിക്കുന്നത് എന്തോ അതാണ് നീ എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ മികച്ച ധാർമ്മിക ബോധമുള്ള, മൂല്യസമ്പത്തുള്ള, സംസ്കാരത്തിന്റെ അറിവ് നമുക്ക് പകർന്നു തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ വായനയിലൂടെ പലതരം വ്യക്തിത്വങ്ങളെ, ജീവിതങ്ങളെ, ലോകത്തെ, സ്ഥലങ്ങളെ, അനുഭവങ്ങളെ ഒക്കെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതാണ് എന്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറയാൻ ഒരു പുസ്തകം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് എന്റെ പ്രിയപ്പെട്ട കഥ എന്ന് പറയാൻ ഒരു കഥയുണ്ടായിട്ടുണ്ടോ? ഇതാണ് എന്റെ പ്രിയപ്പെട്ട കവിത എന്ന് പറയാൻ ഒരു കഥയുണ്ടായിട്ടുണ്ടോ? ഒരു നാടകം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു തിരക്കഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ജീവിതത്തിന്റെ 10-12 വർഷക്കാലം അല്ലെങ്കിൽ അതിലധികം വർഷക്കാലം തുടർച്ചയായി LKG മുതൽ അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടൻ മുതൽ നമ്മളിങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക പരിപാടി കൂടെ കടന്നു പോവുക. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കണം, നമുക്ക് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെങ്കിലും ഉണ്ടായിരിക്കണം, നമുക്ക് പ്രിയപ്പെട്ട ഒരു ഏതെങ്കിലും ഭാഷ, ഏതെങ്കിലും ഒരു സാഹിത്യ രൂപം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ലോകത്തിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് തന്നെ ഫെയറി ടെയിൽസ് ഉണ്ട്, പഞ്ചതന്ത്ര കഥകളുണ്ട്, കഥാസരിസാഗരത്തിലെ കഥകളുണ്ട്. ഇതൊക്കെ 3000-ഉം 2000-ഉം ഒക്കെ വർഷം പഴക്കമുള്ള കഥകളാണ്. 3000 വർഷം പഴക്കമുള്ള, 3000-ത്തിലധികം വർഷം പഴക്കമുള്ള ഒരു കാവ്യത്തെ ഞാൻ നിങ്ങളോട് പറയാം. ആ കാവ്യത്തിന്റെ പേര് ഗിൽഗമേഷ് എന്നാണ്. അത് ഇന്ന് നമുക്ക് അത്ഭുതം തോന്നാവുന്ന രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സൗഹൃദത്തിന്റെ, നിങ്ങൾക്കൊക്കെ കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും അല്ലെ? ഒരിക്കലും മുങ്ങാത്ത ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാറുണ്ട്. ഈ അത്രയും പഴയ അക്കാദമിക് ഭാഷയിൽ എഴുതിയ മൺപലകകളിൽ എഴുതിയ ഈ പുസ്തകത്തിനകത്തും സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 ചെറുപ്പക്കാർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ഗുരുവിനെ കുറിച്ച്, ജ്ഞാനിയായ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ജീവന്റെ ഇലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇല കൊടുത്ത് സുഹൃത്തിനെ ജീവിപ്പിക്കാൻ ശ്രമിച്ച കൂട്ടുകാരന്റെ കഥ പറയുന്നുണ്ട്. പക്ഷെ ആ ഇല സർപ്പം തിന്നു പോവുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയ കൂട്ടുകാരനെ അവനെ ജീവിപ്പിക്കാൻ സാധിക്കുന്നില്ല.
ജീവിതത്തെയും മരണത്തെയും സൗഹൃദത്തെയും അറിവിനെയും ജീവനെയും ഒക്കെ കുറിച്ചുള്ള എത്രയോ മഹത്തായിട്ടുള്ള ഒരു ബോധ്യമാണ് ഈ പഴയ ഗിൽഗമേഷ് എന്ന് പറയുന്ന കാവ്യം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത്തരമൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക്. നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിത ഇടങ്ങളെ വായിക്കാൻ ശ്രമിക്കുക. അമ്മയെ വായിക്കാം, അച്ഛനെ വായിക്കാം, നിങ്ങളുടെ നാടിനെ വായിക്കാം, ഗ്രന്ഥങ്ങളെ വായിക്കാം. വായനയിലൂടെ ലഭിക്കുന്ന അറിവിന്റെ, അനുഭവത്തിന്റെ, അനുഭൂതിയുടെ, ആനന്ദത്തിന്റെ ഒരു ലോകം നിങ്ങൾക്കായി ആശംസിക്കുന്നു. സ്നേഹത്തോടെ നമസ്കാരം. നമുക്കായി ഇത്ര നല്ല സന്ദേശം നൽകിയ മ്യൂസ് മേരി ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വായനയ്ക്കും പഠനത്തിനും പ്രായമില്ല, സ്ഥാനമാനങ്ങളില്ല, സമയക്കുറവില്ല. അതിനുദാഹരണമാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് ചുങ്കത്ത്. എത്ര തിരക്കുണ്ടായാലും വായിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഫാദർ സമയം കണ്ടെത്തുന്നു. ഒപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വായനാ ദിനത്തെക്കുറിച്ച് ഫാദറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. Hearty greetings of the reading day. On this day we become aware of the importance of reading in everyday life. Primarily, books are the storehouse of human experiences. Whatever one cannot directly experience is written in a book. For example, I cannot directly go to the International Space Station, but a person who has lived there writes about his experience there. Or, on Earth, we have the Arctic region, the cold region. I haven't visited there personally, but a person who has visited the Arctic region writes about his experience there. So, it gives us information about what we haven't experienced, or it gives us information about a different experience through a different viewpoint. So, in that way, books help us get to know new experience. Secondly, books are the storehouse of human progress. It contains information for human progress. It makes us a better person, especially literature. It gives us more insight in living in a better way. Our character need to be molded and we have to behave in a better way. That aspect is more discussed in literature books. So we have to read even literature and become a better person. Try to become a better person than all the people you have seen in your life so far. All the people, even in your family, or try to become a better person than all the other members in your family by becoming kind and generous and imbibing all sorts of human values. Finally, how do we choose a bad book and a good book? How do we understand a bad book? I would like to say that in order to understand a bad book, you should identify whether the book promotes hatred, disharmony, all the values that are against humanity, human progress. For example, kindness, generosity, love. If a book is against all these human values, definitely you avoid reading those books, especially when you are a school student. Prefer to read the best books available. And if you wish to get insight about choosing a book, get the assistance of your parents or your teachers. So my dear children, I wish you a wonderful life of reading. Try to experience more, better, become better persons. God bless you all. Hearty greetings of Reading Day. പ്രകാശോജ്വലമായ അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി ഫാദർ. ഇനി നമുക്കൊരു കവിത കേട്ടാലോ? നമസ്കാരം, ഞാൻ അശ്വതി കെ. കാർമൽ അക്കാദമി ചാലക്കുടിയിൽ 7 ബിയിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് പ്രസിദ്ധ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രശസ്തമായ കാവ്യമായ രണ്ടൊപ്പത്തിൽ നിന്നും ഏതാനും വരികളാണ്. കുട്ടികളിൽ ദാനശീലം വളർത്താൻ ഉതകുന്നതാണ് ഉള്ളൂരിന്റെ ഈ കവിത. അമ്മ രണ്ടപ്പം കൊടുത്തു
അരിയിലം മണിക്കുട്ടനു തിന്മാൻ ചെങ്കതിരോൻ മറയാറായി വാനിൻ കുങ്കുമപ്പൊട്ടഴിയാറായി ഒന്നവൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ കേറിത്തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പു പോലൊരു ശബ്ദം കണ്ണും കരളുമുള്ളോരേ അയ്യാ പുണ്യം പുലർന്ന മാളോരേ പൊന്നജമാന്മാരെ കാൺമിൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ പട്ടിണി കൊണ്ടു പൊരിഞ്ഞേ പിച്ചച്ചട്ടിയിൽ കാശൊന്നുമില്ലേ വല്ലതും ഇട്ടേച്ചു പോണേ തുള്ളി കല്ലരി കണ്ണിനെ മോന്താൻ അയ്യം വിളിയതു കേട്ടു പൈതൽ നെയ്യപ്പം ചട്ടിയിലിട്ടു തപ്പിയെടുത്തതു തിന്നു പാവമപ്പോഴേ കുഞ്ഞിനെ വാഴ്ത്തി തമ്പുരാനെ തരും ദൈവം കൂലിയൻപിൽ ഇതിനെന്നു ചൊല്ലി മാറത്തടിച്ചു കരമൂതൂരെ വേറിട്ടൊരന്ധനുമപ്പോൾ ഓടിയോരോട്ടമായി പാലുകുട്ടൻ വീടണഞ്ഞമ്മയെ തേടി അമ്മയൊരപ്പം ഒരപ്പം കൂടി ചെമ്മേ തരൂ എന്നിരുന്നു പോരയോ രണ്ടെണ്ണമുണ്ണി ഇനി തേറുകിൽ മാന്തമുണ്ടാകും ഓരയോ രണ്ടെണ്ണമുണ്ണി തീനി തേറുകിൽ മാന്തമുണ്ടാകും ഒന്നു കളഞ്ഞു നാടാടേ ബാക്കിയൊന്നിനാൻ തിന്നുള്ളു തായേ ഒന്നു നീ തിന്നതു കണ്ടു ഞാൻ മറ്റൊന്നു കൊണ്ടെന്തോന്നു ചെയ്തു എന്നതിനുത്തരമോദി വത്സൻ തിന്നതല്ലെന്നമ്മ കണ്ടു ആയതെങ്ങെങ്ങോ തുലഞ്ഞു വീണുവായ വഴിക്കൻ വയറ്റിൽ പട്ടിണി കൊണ്ടു പൊരിഞ്ഞേ പള്ള ചുട്ട കുരുടനൊരുത്തൻ വാവിട്ടു കേണു ഞാൻ മറ്റേയപ്പം പാവമാവഞ്ഞു കൊടുത്തു ഞാൻ മറ്റേയപ്പം പാവമാവഞ്ഞു കൊടുത്തു ഞാൻ തിന്നൊരപ്പമതത്രേ ഞാൻ തിന്നൊരപ്പമതത്രേ തായേ മാന്തമതിലുമുണ്ടാമോ ജീവനാവനു കൊടുക്കേ ഒരു ദേവനെന്നെ ഞാനോർത്തു ജീവനാവനു കൊടുക്കേ ഒരു ദേവനെന്നെ ഞാനോർത്തു കോൾമയിർ കൊണ്ടുപോയി പൂമേ അമ്മയ്ക്കോ മന തന്മൊഴി കേൾക്കേ വണ്ടണി വേണിയാൽ വാക്കൊന്നുടൻ തൊണ്ടയിടറിക്കൊണ്ടോതി എൻ മകനെ നീ ജയിച്ചു
കൃതാർത്ഥമായി തീർന്നു. എൻ മകനെ നീ ജയിച്ചു, നിന്റെ ജന്മം കൃതാർത്ഥമായി തീർന്നു. ഒന്നിനു മൂന്നു ഞാൻ നൽകാം, അപ്പമെന്നുണ്ണിക്കിങ്ങനെ തിന്മാൻ. ചിക്കൻ നൻ കൺമണി വാങ്ങിയവ ആ കുരുടർക്കു കൊടുക്കൂ. ചിക്കൻ നൻ കൺമണി വാങ്ങിയവ ആ കുരുടർക്കു കൊടുക്കൂ. നന്ദി, നമസ്കാരം. നമ്മുടെ കൂട്ടുകാരി അവതരിപ്പിച്ച ഭാവസാന്ദ്രമായ കവിത നിങ്ങളേവരും ആസ്വദിച്ചുവല്ലോ. അടുത്തതായി നമ്മുടെ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റർ ഷീല മാം വായനാ ദിനത്തെക്കുറിച്ച് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാം. Respected Father Yeshudas, our principal, Dr. Muse Mary George, guest of honor, loving parents, dear colleagues, and my beloved young friends. A fine morning to each one of you. I am really glad to felicitate you all on this significant day when we are observing Reading Day, which is closely associated with PM Panikkar and the library movement. We are lucky to have with us Dr. Muse Mary George, a reputed writer, a noted creative critic, and a much sought after resource person. Though retired, she is still very active in the realm of Malayalam literature. It is my great pleasure to greet her and wish her the best in all her future endeavors. Reverend Father Yeshudas Chungat is one who always motivates our students to read voraciously. Under his guidance, presenting book reviews has now become a part and parcel of everyday morning assembly. Let me offer my felicitation to Father Yeshudas, who also takes great pains to make sure that students read with correct accent and pronunciation. Reading is the key to knowledge and culture, and which wipes away the darkness of illiteracy. For the last 2 decades, reading habit has been declining steadily. In this modern era of mad rush, people depend much on social networking sites to get information in a capsule form. We conveniently forget the fact that reading makes us enter the world of fantasy and curiosity. It gives us a chance to break free from our everyday rat race and mundane life. Human mind always craves for knowledge. The day you stop reading, you stop growing. Students who read do much better at studies. It relaxes the mind and the body. It stimulates the mind with wonderful imagination and helps to fight boredom of our life. It introduces the children to another world which is quite different from the one that surrounds them. Reading is also an exercise for our brains and improves concentration. It is good to remember the guidelines given by the famous English writer Sir Francis Bacon, who told us the right method to read books. I quote, "Some books are to be tasted, others to be swallowed, and some few to be chewed and digested." I unquote. Before I conclude, I once again extend all my best wishes to the distinguished guest of the day, our Father Principal, parents, my colleagues, and my beloved children on this auspicious day set apart to make us realize the value of reading. Have a wonderful day. Thank you. ഷീല മാമിന്റെ ഈ പ്രചോദനാത്മകമായ വാക്കുകൾക്ക് നന്ദി.
അടുത്തതായി നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ ആസ്വദിക്കാം. नमस्कार. अक्षरों का ज्ञान देने वाला पुस्तकालय आज कोविड-19 महामारी की वजह से बंद पड़ा है. हर किसी को हर पुस्तक खरीदना मुमकिन नहीं है, इसलिए पुस्तकालय का सहारा लेना पड़ता है. हमें इंतजार करने वाला हमारा अपना पुस्तकालय का विचार से मैं प्रस्तुत कर रही हूँ. मैं और मेरे प्रिय मित्र पुस्तकालय. हे पुस्तकालय, आप इतना उदास होकर क्यों बैठा है? हाँ, मैं समझ गई. आपको हम सबका याद आ रहा है ना? हम भी आपको बहुत याद करते हैं. मुझे याद है स्कूल के पहले दिनों में मेरे अध्यापिका आपके पास लेकर आया था. पुस्तकों का बड़ा भंडार देख मैं आश्चर्यचकित हो गई थी. सच में मुझसे ज्ञान और आनंद भरी कहानी पढ़ने के लिए बहुत सारे लोग आते थे. हर साल कितने नए पाठकों को विभिन्न भाषाओं में नई पुरानी पुस्तकों की ज्ञान बढ़ने का सौभाग्य मुझे प्राप्त हुआ. अब तो की मत हो पुस्तकालय, आजकल ऑनलाइन क्लासेस शुरू हुआ है. ये बात आपको पता हुआ होगा. ऑनलाइन में भी बहुत सारी पुस्तक है. हम सब इसका भरपूर आनंद लेते हैं और अभी कुछ पंचायत पढ़ने के लिए पुस्तकें घर घर में दे रहे हैं, इसलिए बड़े बुजुर्ग लोग भी इसका फायदा ले रहा है और पढ़ सकते हैं. मगर हम सब आपका खुला हुआ हॉल और जिस तरह वहाँ बैठकर पढ़ते थे वो सब अभी बहुत याद करते हैं. अच्छा हुआ, मुझे ये बात सुनकर बड़ी खुशी हो रहा है कि आप लोग इस मुश्किल मुसीबत में भी पढ़ पा रहा है. मैं आप लोग का इंतजार कर रहा हूँ. जल्दी से ये महामारी भी खत्म होगा और आप लोग पहले की तरह आ पाएंगे. आप सबको पढ़न दिवस का शुभकामनाएं. धन्यवाद. Good morning, respected principal, dear teachers, and all my friends. I am Ivan Jason of Grade 8B of Carmel Academy ICSE School, Chalapudi. It is my privilege today, being Reading Day, to address all of you about it. Why is reading important? Reading is important because it is a habit that can make you a better person. Biographies of great men and women tell us that most of them became great because of the inspiration they got from reading books, especially during their childhood days. We Indians observe the National Reading Day on June 19th. The celebration is marked in the honor of the father of the library movement, the late P.N. Panikkar. Puduvail Narayana Panikkar is famously known as the father of the library movement in the state of Kerala. He passed away on June 19th, 1995. Books not only inspire us, but they also provide knowledge. Even though technology has brought in many changes to the way we read, it has only enhanced our ability to get connected to different sources of knowledge through reading. Reading keeps us connected with the outside world. It enriches and expands our vocabulary and develops the skill of concentration. Reading provides us with pure enjoyment and sheer pleasure. It is to be noted that reading exposes our mind to different cultures and languages of the world. It helps us to digest the best that different regions of the world have to offer us. As our minds are exposed to such a wealth of ideas through reading, it helps us to communicate with depth of thought and a wide mixture of emotional colors as well. Novels, short stories, poems, travelogues, and even comics entertain our minds. It helps us relax. More than that, it engages our mind in a way that nothing else does. Our imagination is ignited when we read. We become co-creators of the stories as we animate the stories in our mind. It is definitely a healthy exercise to the mind. Therefore, I strongly urge each one of you to cultivate the habit of reading so as to derive maximum benefit from it. Thank you and have a nice day. ഗ്രേറ്റ ടൂൺബർഗ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് PS രാഗേഷ് എഴുതിയ ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം എന്ന പുസ്തകമാണ്. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയും
സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ഗ്രേറ്റ ടൂൺബർഗ് എന്ന 18 വയസ്സുകാരിയുടെ കഥയാണിത്. ചെറുപ്പത്തിൽ ഓട്ടിസം മൂലമുള്ള വിഷാദരോഗം ആ കുട്ടിയെ മൗനിയാക്കി. വളർന്നു വലുതായപ്പോൾ ആ കുട്ടി ലോകത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ തുടങ്ങി. കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കണം എന്ന ആവശ്യവുമായി സ്വീഡിഷ് പാർലമെന്റിന് മുമ്പിൽ ഒറ്റയാൾ സമരം നടത്തിയ പെൺകുട്ടിയാണ് ഗ്രേറ്റ ടൂൺബർഗ്. 262 വർഷത്തിനിടയിൽ സ്വീഡനിൽ അനുഭവപ്പെട്ട ഉഷ്ണതരംഗത്തിനും കാട്ടുതീക്കും എതിരെയായിരുന്നു ഈ പെൺകുട്ടിയുടെ പ്രതികരണം. ആഗോള താപനത്തിനെതിരെ ജീവിതരീതി സ്വയം സ്വീകരിച്ചതിനു ശേഷമാണ് ഗ്രേറ്റ മറ്റുള്ളവരെ തിരുത്താൻ പ്രേരിപ്പിച്ചത്. മാംസാഹാരം ഉപേക്ഷിച്ചു. അതുപോലെ സ്കൂളിൽ പോകാനും മറ്റു ചെറിയ യാത്രകൾക്കും പ്രിയപ്പെട്ട സൈക്കിളായിരുന്നു കൂട്ട്. ദീർഘയാത്രകൾ വേണ്ടി വന്നപ്പോൾ മാത്രം ട്രെയിനിൽ കയറി. കാലാവസ്ഥ വ്യതിയാനത്തിന് എതിരായ പോരാട്ടം ഗ്രേറ്റ തുടങ്ങിയത് സ്വന്തം വീട്ടിൽ നിന്നായിരുന്നു. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വേണ്ടെന്ന് വെച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ അവർ ഇലക്ട്രിക് കാർ വാങ്ങി. വീട്ടിൽ സൗരോർജം ഉപയോഗിച്ചു. സ്വന്തം തോട്ടത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങി. വീട്ടിൽ നിന്നുള്ള പിന്തുണയുടെ കരുത്താണ് ഗ്രേറ്റയെ തളരാത്ത പരിസ്ഥിതി പോരാളിയാക്കിയത്. 2019 സെപ്റ്റംബർ 23 തിങ്കളാഴ്ച UN ആസ്ഥാനത്ത് നടന്ന കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രമുഖരായ ലോക നേതാക്കളെല്ലാം അണിനിരുന്ന വേദിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഗ്രേറ്റ വികാരഭരിതയായി. ഈ നടക്കുന്നത് അത്രയും തെറ്റാണ്. ഞാൻ ഇന്നിവിടെ വരേണ്ടതേ അല്ല, മറിച്ച് സാഗരങ്ങൾക്കപ്പുറത്ത് എൻ്റെ സ്കൂളിൽ ചിലവഴിക്കേണ്ട സമയമാണിത്. പൊള്ളയായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എൻ്റെ സ്വപ്നങ്ങളും ബാല്യവും കവർന്നെടുത്തു. നിങ്ങളുടെ നിശബ്ദതയാണ് മഹാമോശം. വരാനിരിക്കുന്ന തലമുറകളുടെ എല്ലാം ഭാവി ഇരിക്കുന്നത് നിങ്ങളുടെ ചുമലുകളിലാണ്. ഇന്ന് കേവലം കുട്ടികളായിരിക്കുന്ന ഞങ്ങൾ മുതിർന്ന ശേഷം നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിനെ മാറ്റാനാവില്ല. ദയവായി കാലാവസ്ഥ പ്രതിസന്ധിയെ കടുത്ത പ്രതിസന്ധിയെ പരിഗണിച്ച് ഞങ്ങൾക്കൊരു ഭാവി തരിക. നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ ജീവിതം. കാലാവസ്ഥ വ്യതിയാനത്തിനെ തിരിച്ചറിയാത്തവരോടും തിരിച്ചറിഞ്ഞിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഓരോരുത്തരോടുമായി ഗ്രേറ്റ പറഞ്ഞു. സ്വീഡനിൽ ജനിച്ച ഗ്രേറ്റ ടൂൺബർഗ് എന്ന പെൺകുട്ടിയുടെ അസാധാരണമായ വ്യക്തിത്വമാണ് ഈ പുസ്തകത്തിലുള്ളത്. സ്വന്തം വീടിന് തീപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമോ അതുപോലെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് നിലകൊള്ളണം എന്നാണ് ഗ്രേറ്റ തന്റെ പല പ്രസംഗങ്ങളിലും പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഭൂപ്രകൃതി വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഗ്രേറ്റ പൊതുജനങ്ങളിൽ എത്തിച്ചു. ഗ്രേറ്റയ്ക്ക് യുവജനങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾ ഉണരണം, കൂടാതെ ഉറങ്ങിക്കിടക്കുന്ന മുതിർന്നവരെയും ഉണർത്തണം എന്നാണ്. അത് എല്ലാവരുടെയും സുരക്ഷിതമായ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ തുറകളിൽ ഗ്രേറ്റ നടത്തിയ ഇടപെടലുകളും പ്രസംഗങ്ങളും ആ പെൺകുട്ടിയെ അടുത്തറിയാൻ സഹായിക്കുന്ന ഉപാധിയായിട്ടാണ് ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ഡെമോക്രസി എന്ന ന്യൂസ് ചാനലിന് വേണ്ടി പ്രശസ്ത പത്രപ്രവർത്തക എമി ഗുഡ്മാൻ ഗ്രേറ്റയുമായി നടത്തിയ ദീർഘ സംഭാഷണവും ഈ പുസ്തകത്തെ വേറിട്ടു നിർത്തുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമല്ല, ഏതൊരു പ്രായക്കാർക്കും ഇതൊരു പാഠപുസ്തകമാണെന്നതിൽ സംശയമില്ല. നിങ്ങളും വായിക്കൂ ഗ്രേറ്റയെ കുറിച്ച്. അറിയോ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരു പെൺകുട്ടിയുടെ ധീരമായ കഥ. നന്ദി. അറിവിന്റെ അക്ഷയഖനികളാണ് പുസ്തകങ്ങൾ. വായന ഒരിക്കലും ഇല്ലാതായിട്ടില്ല. വായന മരിച്ചു എന്ന് പലരും പറയാറുണ്ട്. ഇ ബുക്ക് വായനയും ബ്ലോഗ് വായനയും പുതുതലമുറയ്ക്ക് ശീലമായി കഴിഞ്ഞു. എങ്കിലും നല്ല പുസ്തകങ്ങൾ തന്നെയായിരിക്കണം നമ്മുടെ ഉറ്റ ചങ്ങാതിമാർ. അതിനുദാഹരണമാണ് നമ്മുടെ കൂട്ടുകാർ പരിചയപ്പെടുത്തുന്ന അവരുടെ കൊച്ചു പുസ്തക ശേഖരം. പാഠപുസ്തകങ്ങൾക്കുപരി പരന്ന വായനയാണ് വ്യക്തിത്വ വികാസത്തിന് ഉതകുന്നതെന്ന് കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ നമുക്കായി അവരുടെ കൊച്ചു വായനശാലകൾ പരിചയപ്പെടുത്തുന്നു. Hello everyone, I am Evelyn Beno of grade 6. For me, a book is like a garden in my pocket. It is like a beautiful dream which I hold in my hands. It's true that reading can make us travel the whole world without leaving our chair. It improves our vocabulary, opens our mind, ignites our thoughts, develops our imagination
and increases our knowledge. Now, let me show you my small home library. These are the Enid Blyton series. She is one of my most favorite authors. Now, I would like to show you a book written by Sudha Murthy. I love to read her stories. Next, this is a book written by Ruskin Bond. I like the way he shares his childhood experiences. My dear friends, there are many books in this world waiting for us to explore. Reading a book is a wonderful experience. On this special occasion of the Reading Day, I urge all my dear friends to read at least one new book a week. Wish you all a happy reading day. പ്രിയ കൂട്ടുകാരി, ഞാൻ റേച്ചൽ സന്തോഷ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എൻ്റെ വീട്ടിലെ ഒരു കൊച്ചു വായനശാലയാണ്. അതേ കൂട്ടുകാരി, വായന നമുക്ക് വിജ്ഞാനവും വിവേകവും തരുന്നു. ഇരുളിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന കൂട്ടുകാരാണല്ലോ പുസ്തകങ്ങൾ. ഒരു നല്ല പുസ്തകം നല്ല 100 കൂട്ടുകാർക്ക് സമാനമാണ് എന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ലോകത്തിലെ മഹാന്മാരെല്ലാം നല്ല വായനാശീലമുള്ളവരാണെന്ന് അവരുടെ ജീവിത ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്റെ വായനാശാലയിൽ സാരോപദേശ കഥകൾ, നാടോടി കഥകൾ, സാഹസിക കഥകൾ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിച്ചാൽ പഠനത്തിൽ മികവ് കാട്ടാനും ലോകത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. എന്റെ വായനശാലയിലെ ടോട്ടോചാൻ എന്ന ഈ പുസ്തകം ഞാനിപ്പോൾ വായിച്ചു കഴിഞ്ഞതേയുള്ളൂ. ജപ്പാനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റ ഒരു പുസ്തകമാണ് ഇത്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അൻവർ അലിയാണ്. ടോട്ടോചാൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ടോമോ വിദ്യാലയത്തെയും സ്നേഹനിധിയും ഭാവനാശാലിയുമായ അവളുടെ പ്രിയപ്പെട്ട കോബായാഷി മാസ്റ്ററിനെയും കുറിച്ച് കുറെ രസകരമായ വിശേഷങ്ങളാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്. ശരീരത്തിന് വ്യായാമം എന്ന പോലെയാണ് മനസ്സിന് വായന. മലിനമായ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വായനോളം ഉതകുന്ന മറ്റൊന്നുമില്ല കൂട്ടുകാരെ. കുട്ടികളായ നാം ഇപ്പോഴേ ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. വായന നമുക്കൊരു ശീലമാക്കി മാറ്റാം. പുതിയ കാലത്തിന് ടെക്നോളജി അത്യാവശ്യമാണെങ്കിലും ആഴത്തിലുള്ള അറിവിന് വായന കൂടിയേ തീരും. പ്രിയ കൂട്ടുകാരെ, TV കാണുന്ന സമയം കുറച്ചുകൊണ്ട് വിജ്ഞാനദായകമായ പുസ്തകങ്ങൾ വായിക്കുന്നത് നമുക്കൊരു ശീലമാക്കാം. അത് നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. തീർച്ച പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. ഏവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. नमस्कार, मेरा नाम श्रद्धा है और मैं 6ठी कक्षा से हूँ. ये मेरा छोटा सा पुस्तकों का संग्रह है. हर रोज मैं कुछ समय पुस्तक पढ़ती हूँ. पुस्तक पढ़ने से हमारी ज्ञान, विचार और भाषा बढ़ता है. धन्यवाद. നമസ്കാരം, ഞാൻ ആഷ്വിൻ ഷിൽ. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചെറിയ വായനശാലയാണ്. എൻ്റെ പപ്പയുടെയും അമ്മയുടെയും പഴയ കാല പുസ്തകങ്ങൾ മുതൽ വിംബിക്കിഡ് ശ്രേണിയിലെ പുതിയ പുസ്തകങ്ങൾ വരെ എൻ്റെയിലുണ്ട്. ഇവയിൽ ചിലത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവയെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആദ്യമായി വായിച്ച പുസ്തകം വിംബിക്കിഡ് ദ ലാസ്റ്റ് റോ. അതായിരുന്നു വായനാ ലോകത്തിലേക്കുള്ള എൻ്റെ ആദ്യ ചുവട്. പിന്നീട് ഞാൻ 50-ൽ പരം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവയിൽ ചിലത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യത്തെ പുസ്തകം ഹെലൻ കെല്ലറുടെ ആത്മകഥ. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് തൻ്റെ വൈകല്യങ്ങളെ തോൽപ്പിച്ച ഒരു പെൺകുട്ടി. ജീവിത പരിശ്രമങ്ങളിൽ ഹെലൻ കെല്ലർ എൻ്റെ സുഹൃത്തായിരിക്കും. രണ്ടാമത്തെ പുസ്തകം മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങൾ എന്ന നോവൽ. ഇതിന്റെ പ്രമേയം സഹോദര സ്നേഹത്തിന്റെ മൂല്യവും മനുഷ്യ ജീവിതത്തിന്റെ ദാരിദ്ര്യവുമാണ്. ഒരേ സമയം എന്നെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നോവലാണിത്. അടുത്തത് എന്നെ ഏറെ വിസ്മയിപ്പിച്ച ഒരു പുസ്തകമാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഇങ്ങനൊരു മഹാത്മാവ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ ഈ 3 പുസ്തകങ്ങളെ കുറിച്ചും പറയാനുള്ള കാരണം, ആദ്യ പുസ്തകം
ഹെലൻ എന്ന സുഹൃത്തിനെയും, രണ്ടാമത്തെ പുസ്തകം ലില്ലി എന്ന സഹോദരിയെയും, മൂന്നാമത്തെ പുസ്തകം ഗാന്ധിജി എന്ന ഗുരുനാഥനെയും എനിക്ക് സമ്മാനിച്ചു എന്നതാണ്. കൂട്ടുകാരെ, നമുക്ക് ധാരാളം വായിക്കാം, പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. നന്ദി. Glenn Vijay. Good morning. Today I am going to show my small library in my house. There are nearly 100 books in my library. I love reading books. Most special occasion, my parents buy books to me. I keep the book safely in this rack. I have read almost all books in my library. Thank you. എത്ര മനോഹരമായാണ് അവരുടെ വീടുകളിൽ കൊച്ചു വായനശാലകൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? നമുക്കും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം. ദിനചര്യകളുടെ ഭാഗമാക്കി വായനയെ മാറ്റുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അറിവും ആനന്ദവും ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു തരുന്ന വായനയെ നാം എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ഈ കോവിഡ് കാലത്ത് സുരക്ഷിതരായി വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് മികച്ച വായനക്കാരാകാം. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ വിജയികളെയും നിങ്ങൾ വായിച്ചിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളെയും ഇവിടെ പരിചയപ്പെടുത്തുന്നു. नेहा ने एक केला खाया, खाकर छिलका वही गिराया, तभी वहाँ एक चिड़िया आई, सिर पकड़कर वो चिल्लाई. The story is about two mice, Snip and Scurry, and two little people, Hem and Haw, looking for cheese every day. അറിവാണമൃതെന്നറിയുക നാം, വായന വ്രതമാക്കിയിടുക നാം. അറിവിൻ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം, താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമില്ല, വായിക്കാതെ അറിയൂ നാം. അറിവുള്ളവരായി വളരുക നാം, തിരിച്ചറിവുള്ളവരായി മാറുക നാം. വായന നൽകും വാക്കിൻ ശക്തി, വാചാലത കൊണ്ടറിയുക നാം, വാചാലത കൊണ്ടറിയുക നാം. ജ്ഞാനം തന്നെ ജീവിത ലക്ഷ്യം, വായന തന്നെ സാധന. വായിച്ചറിവതു നേടുക, പിന്നെ വായിച്ചറിവു പകർന്നിടുക, വായിച്ചറിവു പകർന്നിടുക.
നേടുക. വളരും തോറും പടരും വായന, പടരും തോറും വളരുമത്. ഇരുളു നിറഞ്ഞൊരു ജീവിത വീഥിയിൽ വഴി കാണിക്കും വായന, വഴി കാണിക്കും വായന. ഇന്നത്തെ ഈ പരിപാടി വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും വായനാ ദിനാശംസകൾ.